എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ സാമ്പത്തികപരമായിട്ടുള്ള പല പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരാണല്ലേ. നമ്മുടെ പ്രശ്നങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തികം തന്നെയാണ്. കാരണം സാമ്പത്തികമായിട്ട് നമുക്കൊരു സ്റ്റേബിളായിട്ട് നിൽക്കാൻ കഴിഞ്ഞു എങ്കിൽ നമ്മുടെ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ ആ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ ഒരേപോലെ നിലനിൽക്കാൻ അല്ലെങ്കിൽ കൂടി വരാനായിട്ട് നമ്മൾ ഭഗവാന്റെ ഈ ഒരു നാമം ജപിക്കുന്നത് വളരെ വിശേഷമാണ്. ശ്രേഷ്ഠമായിട്ടുള്ള ഈ ഒരു നാമം ദിവസേന ജപിച്ചോളൂ. നമ്മൾക്ക് സമയമില്ല എന്ന് പറയാൻ വളരെ എളുപ്പം കഴിയും. നമ്മൾ വേണമെന്ന് വിചാരിച്ച് നമ്മളിതൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തിരി സമയം ഉണ്ടാക്കിയിട്ട് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, സാക്ഷാൽ ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ നാമം ജപിച്ചോളൂ. എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാവും. സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. അതുതന്നെയാണല്ലോ നമുക്ക് വേണ്ടതല്ലേ. നമുക്ക് പണം വരിക, അതിൻ്റെ ഇരട്ടി ചിലവാവുക, അങ്ങനെ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ഉണ്ടാക്കുന്ന പണം നമുക്ക് കുറച്ചെങ്കിലും നമുക്ക് സേവ് ചെയ്ത് വെക്കാനും കൂടി സാധിക്കണ്ടേ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങൾ, തടസ്സങ്ങളൊക്കെ മാറാനായിട്ട് ഭഗവാനെ നല്ലോണം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഭഗവാന്റെ ഈ ഒരു നാമം ജപിച്ചോളൂ. രാവിലെ ജപിക്കുന്നതാണ്. ഏത് നാമമായാലും രാവിലെയാണ് കുറച്ചും കൂടി നല്ലത് ജപിക്കാനായിട്ട്. കാരണം വേറെ ശബ്ദ കോലാഹലങ്ങളോ ഒന്നും ഇല്ലാണ്ട് വളരെ ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ നമുക്ക് ജപിക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ രാവിലെ പറ്റാത്തവരാണെങ്കിൽ വൈകുന്നേരം ജപിക്കുക. നാമം ഇതാണ്: നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. ദിവസേന ജപിച്ചോളൂ. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ മേലുണ്ടാവും. കാരണം നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നതുപോലെ ഇരിക്കും നമുക്ക് അതിൻ്റെ ഫലം കിട്ടുന്ന ആ ഒരു കാലയളവ്. നമ്മൾ മനസ്സിരുത്തി ഭഗവാനെ ഭക്തിപൂർവ്വം ധ്യാനിച്ചുകൊണ്ട്, ഭഗവാനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ ഫലം വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ശ്രദ്ധയോടുകൂടി ഭഗവാനെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചോളൂ. എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഭഗവാൻ നമുക്ക് തരും. കാരണം നമ്മൾ എത്രയോ കഥകൾ കേട്ടിരിക്കുന്നു അല്ലേ. ഭഗവാൻ ഭക്തരുടെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹ വർഷത്തെക്കുറിച്ച് നിരവധി കഥകളുണ്ട്. അപ്പോൾ ഒരു ഭയപ്പാടും വേണ്ട. നാമം സ്ഥിരമായിട്ട് ജപിച്ചോളൂ. എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും. ഭഗവാൻ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. എല്ലാവർക്കും എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറി നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.